എന്ന ആയത്ത് ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഖിയാമത്ത് നാളിനെ കുറിച്ച് ഒരു അയറാബി ചോദിക്കുകയാണ്, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? ഉടനെ മറുപടി പറഞ്ഞില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരാണ് ആ ചോദിച്ച ആള്? അയറാബി പറഞ്ഞു, ഞാനാണ് നബിയെ. ആ സമയത്ത് അതിന് മറുപടി പറഞ്ഞത് ഫഇദാ ളുയ്യഅത്തിൽ അമാന, അമാനത്ത് പാഴാക്കപ്പെട്ടാൽ ഫന്തദിരിസ്സാ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അമാനത്ത് പാഴാക്കപ്പെടുക. വീണ്ടും ചോദ്യം, കൈഫ ഇളാഅത്തുഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ആ അമാനത്ത് പാഴാക്കപ്പെടുക? ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അർഹതയില്ലാത്ത ആളുകളിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടാൽ ഫന്തളിരിസ്സാ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ഏതെങ്കിലും ഒരു പോഷകഘടകങ്ങൾ, എന്തെങ്കിലും ഒരു സാധാ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഈ മഹിതമായ ആദർശം ഞാനത് സംരക്ഷിക്കേണ്ടവനാണ് എന്നുള്ളൊരു ബോധം നമ്മിലുണ്ടാവണം. അതിനെതിരായിക്കൊണ്ട് എവിടെ ഉണ്ടാകുന്ന നീക്കങ്ങളെയും തന്ത്രപരമായി പ്രതിരോധിക്കാൻ ഏതെങ്കിലും ഒരു നിലക്കുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുടെ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതാധികാര സമിതി, മുശാവറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉന്നതാധികാര സമിതി, ആ സമിതി ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഈ സംഘടനയെ സ്നേഹിക്കുന്ന, ഈ സംഘടനയുടെ ആദർശം ശരിയാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. അത്തരത്തിൽ സ്വീകരിക്കാത്ത ആളുകളിലേക്കാണ് ഈ സംഘടനയുടെ സാരഥ്യം ഏൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്നാണ് ഈ മഹത്തായ ഹദീസ് നമ്മൾ വ്യക്തമാകുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്